ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളെ ഇവിടുന്ന് നാട് കടത്താനുള്ള അവകാശമൊന്നും എനിക്കില്ല. തല്ലി ഓടിക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നെങ്കിലും നിന്നോട് അതിനുള്ള കരുത്ത് കാണിക്കണമെന്ന് എനിക്ക് വയ്യ. എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. കാരണം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സിൻസിയറായിട്ട് ചെയ്തവളാ നീ. പക്ഷെ ഞാനൊരമ്മയാ. എന്റെ ജീവിതം എന്റെ മോളെ ചുറ്റിപ്പറ്റി മാത്രമാണ്. അവള് കരയുന്നതോ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഓർത്ത് പേടിക്കുന്നതോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. സത്യത്തിൽ ഇതെന്റെ ഒരു അപേക്ഷയാണ്. പോണം, പോയേ പറ്റൂ. നന്നായി മാഡം. അല്ലെങ്കിൽ തന്നെ എന്റെ ആവശ്യം ഇവിടെ എന്താ? ആദ്യമൊക്കെ എനിക്ക് മാഡത്തിന് ഭയങ്കര പേടിയായിരുന്നു. പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ ദേഷ്യത്തോടെ കൃഷ്ണയെന്ന് വിളിച്ചോണ്ടിരുന്ന ആള് ഒരു ദിവസം ആദ്യമായിട്ട് മോളെന്ന് വിളിച്ചില്ലേ? അറപ്പില്ലാതെ എന്നെ തൊട്ടില്ലേ? എന്നെ ഉമ്മ വെച്ചില്ലേ? എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? നാഗത്തറയില് എന്റെ ജീവൻ തിരിച്ചു പിടിച്ചില്ലേ? അപ്പോഴൊക്കെ എന്റെ അമ്മ പകുത്തു തന്ന അതേ സ്നേഹ ഞാൻ മേഡത്തിൽ കണ്ടത്. അമ്മയെ പോലെ സ്നേഹിച്ച ഒരാള് കരയും പാടില്ല. അമ്മയും കൂട്ടി ഞാൻ പൊക്കോളാം മേഡം. എവിടെയും ദൂരേക്ക് പൊക്കോളാം. മോൾ എന്നോട് ക്ഷമിക്കണം. ഇത് നിന്റെ കയ്യിൽ വെച്ചോ. പണം എനിക്ക് വേണ്ട മേഡം, ഞാൻ പറഞ്ഞതല്ലേ. പക്ഷെ ഇതെന്നെ നിർബന്ധമാണ്. ഒരമ്മ മകളെ യാത്രയാക്കുമ്പോഴുള്ള ഒരു ചടങ്ങായിട്ട് കണ്ടാ മതി. വാങ്ങണം നീ ഇത്. വിളിക്കണം. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. ഇല്ല മേഡം, വിളിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. മേഡത്തിന്റെ ഓർമ്മയിൽ നിന്ന് എന്നെങ്ങും വായിച്ചു കളഞ്ഞേക്ക്. ഞാൻ പൊക്കോളാം. മാഡത്തിനെ നന്നായിട്ട് നോക്കണേ സിനി ചേച്ചി. ഈ ബഹളവും മനോബലവും ഒക്കെ പുറത്ത് കാണിക്കുന്നതേ ഉള്ളൂ. ശരിക്കും അതൊന്നുമില്ല. എന്നാ ഞാൻ പോട്ടെ.